സുഹൃത്തുക്കളെ, ബംഗാളിലെ സുവേന്ദു അധികാരി സർക്കാർ അധികാരത്തിൽ വന്ന അന്നു മുതൽ ബംഗാളിനെ സംബന്ധിച്ച് സ്ട്രാറ്റജിക്കലി അല്ലെങ്കിൽ ഈ രാജ്യരക്ഷയുടെ കാര്യത്തിൽ വളരെ ശക്തമായ നടപടികൾ മുൻ സർക്കാരുകളെ അപേക്ഷിച്ച് വളരെ ശക്തമായ മുൻപിൻ നോക്കാത്ത നടപടികൾ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്കറിയാം, ഈ മുൻ സർക്കാരുകളുടെ കാലത്ത്, പ്രധാനമായിട്ടും മമതാ ദീദിയുടെ സർക്കാരിന്റെ കാലത്ത്, ബംഗാൾ എന്ന് പറയുന്ന സമസ്ത മേഖലകളിലും അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് മാറിയിരിക്കുന്നത്. ഇന്നലത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിലെ വാർത്ത തന്നെ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം. ബംഗാളിൽ 2 തരം ടാക്സുകൾ ഏർപ്പെടുത്തിയിരുന്നു. ഈ ബംഗാളിലേക്ക് വരുന്ന ട്രക്കുകൾക്ക് 2 തരം ടാക്സുകൾ. ഒന്ന് ഭൈപ്പോ ടാക്സ് എന്നാണ് പറയുന്നത്. ഭൈപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളില് ഭൈപ്പോ ടാക്സ് എന്ന് പറയുന്ന മരുമകൻ അല്ലെങ്കിൽ അനന്തരവൻ എന്നാണ് ശരിയായ ഒരു പ്രയോഗം എന്ന് തോന്നുന്നു. അനന്തരവന്റെ ടാക്സ് എന്നുള്ളതാണ്. മമതാ ബാനർജിയുടെ അനന്തരവനായ അഭിഷേക് ബാനർജിക്കുള്ള പണമാണ് ഈ രീതിയിൽ ടാക്സ് ആയിട്ട് പിരിച്ചിരുന്നത് എന്നുള്ളതാണ് പരക്കെയുള്ള ആക്ഷേപം. രണ്ടാമത്താണ് ഡണ്ട ടാക്സ്. ഡണ്ട എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വടി. അത് ഗുണ്ടകൾ പിരിച്ചെടുക്കുന്ന ഗുണ്ടാ പിരിവുകൾ. ഇത് അനധികൃതമാണ്. പക്ഷെ അധികൃതം എന്നുള്ള രീതിയിൽ ഈ ടാക്സ് കൊടുക്കാതെ ഈ ട്രക്ക് കൊണ്ടുവരുന്ന ആളുകൾക്കൊന്നും ബംഗാളിലൂടെ കടന്നു പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ബംഗാളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല എന്നൊരവസ്ഥയാണ് ഈ 15 വർഷം നിലനിന്നിരുന്നത്. ബംഗാളിൽ നമുക്കറിയാം, നിരവധി ട്രക്കുകളാണ് ദിവസം ഏതാണ്ട് 50,000-ഓളം ട്രക്കുകളാണ് ദിവസം ബംഗാളിലൂടെ കടന്നു പോകും. ബംഗാൾ എന്ന് പറഞ്ഞ ഒരു കീ ട്രാൻസിറ്റ് ഹബ്ബാണ്. ഈ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ്, വടക്ക് കിഴക്കൻ, നിങ്ങളിപ്പോ മാപ്പിൽ കാണുന്നുണ്ട്, വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലേക്ക് ആ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ, സിലിഗുരി ചേർന്ന് കിടക്കുന്ന ആ ചിക്കൻ നെക്കിലൂടെ കടന്നു പോകുന്ന നിരവധി ട്രക്കുകളാണ്. അങ്ങോട്ട് പോകാനുള്ള ട്രക്കുകൾ വരുന്നുണ്ട്. ബാംഗ്ലാദേശിൽ നിന്ന് 5 ട്രാൻസിറ്റ് പോയിന്റ്സ് ബംഗാളിലേക്കുണ്ട്. അതിലൂടെ വരുന്ന ട്രക്കുകളുണ്ട്. അതുപോലെ ഈ ഇന്ത്യയുടെ മെയിൻലാൻഡിൽ എന്ന് പറഞ്ഞ് തിരിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന്, ഈ ബംഗാളിൽ നിന്ന് തെക്കോട്ട് കിടക്കുന്ന ഭാഗങ്ങളിൽ നിന്ന്, അതായത് പ്രധാനമായിട്ടും ജാർഖണ്ഡിൽ നിന്നാണ് വരുന്ന ട്രക്കുകളുണ്ട്. അങ്ങനെ ഏതാണ്ട് 50,000-ഓളം ട്രക്കുകളാണ് നിരവധി ഈ ഹൈവേയിലെ നിരവധി ഭാഗങ്ങളിൽ ഈ മുള പോലെയുള്ള കാര്യങ്ങൾ വച്ച് കെട്ടിട്ട് ബാരിക്കേഡ് പോലെ ഉണ്ടാക്കി ഇവര് തന്നെ ഓരോ ചെക്ക് പോസ്റ്റ് അങ്ങ് നിർമ്മിക്കുക. നമ്മുടെ അഭിഷേക് ബാനർജിയുടെ ആളുകൾ തന്നെ, മൂപ്പരുടെ ഗുണ്ടകൾ ഓരോ ചെക്ക് പോസ്റ്റ് അങ്ങ് നിർമ്മിക്കുകയാണ്. അനധികൃതമാണ്, ഒന്നും ചോദിക്കാൻ പാടില്ല. ചോദിച്ചു കഴിഞ്ഞാൽ അടിയായി. ഈ ട്രക്കുകളുടെ എല്ലാം വിൻഷീൽഡ് അടിച്ചു തകർക്കും, ഗ്ലാസ് എല്ലാം അടിച്ചു തകർക്കും. അവിടെ ചോദിക്കാനും പറയാനും ആരില്ല. പോലീസ് ആണെങ്കിൽ കേസെടുക്കില്ല. ഇങ്ങനെയുള്ള ഗുണ്ടായിസം വർഷങ്ങളായിട്ട് നിലനിന്നതിന്റെ കൂടി പ്രതിഫലനമാണ് നമ്മുടെ മമതാ ദീദി ഇപ്പൊ വീട്ടിലിരിക്കുന്നത്. ഏതായാലും ഈ ഭൈപ്പോ ടാക്സ് എന്ന് പറയുന്ന സംഗതി സുവേന്ദു അധികാരി സർക്കാർ പൂർണ്ണമായിട്ടും അബോളിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരിടത്തും ഇങ്ങനെയുള്ള, മാത്രമല്ല അഭിഷേക് ബാനർജി മിക്കവാറും അടുത്ത് തന്നെ കുടുങ്ങും, മിക്കവാറും പോലീസിന്റെ പിടിയിലാവും എന്നാണ് കേൾക്കുന്നത്. അതൊന്ന്. 2 ഡണ്ട ടാക്സ് ഞാൻ പറഞ്ഞില്ല, ഗുണ്ടാ പിരിവുകൾ. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ബംഗാളിൽ നടന്നിരുന്നു. അത് സുവേന്ദു അധികാരി വന്നതോടെ അത് അവസാനിപ്പിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബംഗാളിന്റെ രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടത് CAA നടപ്പിലാക്കും എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഈ CAA വന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ ഉൾപ്പെടെ പലരും പറഞ്ഞത് CAA ഇവിടെ നടപ്പിലാക്കില്ല എന്ന്. പിന്നീട് എന്താണ് പിണറായി വിജയൻ ചെയ്തത്? ഇരുട്ടിന്റെ മറവിൽ എന്ന് നമുക്ക് കൃത്യമായിട്ട്. പക്ഷെ മമതാ ബാനർജി അങ്ങനെ ആയിരുന്നില്ല. അവരുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി CAA ഒരു കാരണവശാലും നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ ഈ കേന്ദ്രവുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന്റെ പാതയിലേക്ക് പോവാണ് മമതാ ബാനർജി ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാന സർക്കാർ, ഇന്ത്യയുടെ ഈ ഒരു ഫെഡറൽ സംവിധാനത്തെ സംസ്ഥാന സർക്കാരിന്റെ സഹായമില്ലാതെ അല്ലെങ്കിൽ അവരുടെ സഹകരണമില്ലാതെ പല കാര്യങ്ങളും നടപ്പിലാക്കാൻ പറ്റില്ല. ബംഗാളിലും ഇതുകൊണ്ട് തന്നെ CAA ഇംപ്ലിമെന്റേഷൻ അവതാളത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ബംഗാൾ എന്ന് പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള, അറിയാമല്ലോ, ഇന്ത്യയിൽ ഏറ്റവും അധികം അനധികൃതമായിട്ട് നുഴഞ്ഞുകയറ്റക്കാർ വരുന്നു എന്ന് പറയുന്നത് ബംഗാളിലേക്കാണ്, ബാംഗ്ലാദേശിലൂടെ, അല്ലെ? അപ്പൊ അവരെ കൃത്യമായിട്ട് പിടിച്ച് പുറത്താക്കേണ്ടത് ഇന്ത്യയുടെ രാജ്യരക്ഷയുടെ അടിസ്ഥാനം തന്നെയാണ്. പലപ്പോഴും ഈ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഈ ബംഗാളികൾ വരുന്നു എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ഇവിടുത്തെ കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറയുമ്പോഴും എല്ലാം ചർച്ചയിലേക്ക് വരുന്നത് ബംഗാളിലെ ആളുകളുടെയാണ്. ഈ ഇന്ത്യയിൽ അനധികൃത നുഴഞ്ഞുകയറ്റക്കാരുണ്ട് എന്നുള്ളത് നമ്മൾ എത്ര വെള്ളം പൂശി കഴിഞ്ഞാലും നിഷേധിക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ഏതായാലും ആ CAA ഇനി നടപ്പിലാക്കുമെന്ന് സുവേന്ദു അധികാരി വിട്ടുവീഴ്ചയില്ലാത്ത സ്വരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബംഗാളിലെ BJPയുടെ ഒരു 3D മന്ത്ര എന്നാണ് പറയുന്നത്. അതെന്താണ് ഈ CAAയുടെ കാര്യത്തിൽ എന്ന് പറയുന്നത്? ഡിറ്റക്ട്, ആദ്യം ഇവരെ ആരെല്ലാമാണ് ഇന്ത്യൻ പൗരന്മാരല്ലാത്ത നുഴഞ്ഞുകയറ്റക്കാർ എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുക, ഡിറ്റക്ട്. 2 ഡിലീറ്റ്,
അവരെ ഇന്ത്യയുടെ ഈ പറയുന്ന റേഷൻ ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളെല്ലാം അവര് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മമതാ ബാനർജിയുടെ കാലത്ത്. അവരെ അങ്ങനെയുള്ള ഈ റെക്കോർഡ്സിൽ നിന്നെല്ലാം ഡിലീറ്റ് ചെയ്യുക, 3 ഡീപ്പോർട്ട്, അവരെ തിരിച്ച് അവരുടെ രാജ്യത്തേക്ക് പറഞ്ഞു വിടുക. ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ബംഗ്ലാദേശിലെ പട്ടിണി പാവങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല ഇന്ത്യക്കല്ല, ബംഗ്ലാദേശിന് തന്നെയാണ്. ഇന്ത്യയിൽ നിരവധി പട്ടിണി പാവങ്ങളുണ്ട്, അവരുടെ കാര്യങ്ങൾ ആദ്യം നോക്കിയിട്ട് നമുക്ക് മറ്റ് ലോകം നന്നാക്കാൻ പോവാം എന്നുള്ള കാര്യം. അപ്പോ ഇത് കൃത്യമായിട്ട് ഈ 3D മന്ത്ര അത് കൃത്യമായിട്ട് നടപ്പിലാക്കും എന്നുള്ളത് സുവേന്ദു അധികാരി പറയുക മാത്രമല്ല, ഇപ്പൊ അതിനുള്ള നടപടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ രീതിയിൽ CAA പരിധിയിൽ വരാത്ത അനധികൃത നുഴഞ്ഞുകയറ്റക്കാരെ അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റക്കാരെ കൃത്യമായിട്ട് BSFന് ഹാൻഡ് ഓവർ ചെയ്യുമെന്നാണ് സുവേന്ദു അധികാരി ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഇനി മൂന്നാമതൊരു പ്രധാനപ്പെട്ട വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ച് വളരെയധികം ക്രിട്ടിക്കൽ ആയിട്ടുള്ള മൂന്നാമത്തെ ഒരു കിടിലൻ നടപടി കൂടി നമ്മുടെ സുവേന്ദു അധികാരി എടുത്തിട്ടുണ്ട്. അതും ഈ രീതിയിൽ മുൻ സർക്കാർ, അതായത് മമതാ ദീദിയുടെ സർക്കാർ ഉടക്കു വച്ചിരുന്ന വിലങ്ങുതടിയായിട്ട് നിന്നിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഈ ചിക്കൻ നെക്ക്, അതായത് ഈ സിലിഗുഡി പാസ് ഉണ്ടല്ലോ, അതിനെ ഇപ്പോൾ നിങ്ങൾ വീണ്ടും ഈ സ്ക്രീനിൽ കാണുന്നുണ്ട്. ആ സിലിഗുഡി പാസിനെ, അതായത് ചിക്കൻ നെക്കിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുക, അതായത് മിലിറ്ററി പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന്, സൈനിക കോണിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ, അവിടുത്തെ സുരക്ഷ ശക്തിപ്പെടുത്താനുള്ള ഒരു വളരെ നിർണായകമായിട്ടുള്ള നീക്കം ഇപ്പോ സുവേന്ദു അധികാരി എടുത്തിട്ടുണ്ട്. മുമ്പ് മമതാ ബാനർജിയുടെ സർക്കാർ അമ്പിനും വില്ലിനും അടുക്കാത്ത രീതിയിൽ നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാരുമായിട്ട് ഉടക്കി നിന്നിരുന്ന ഒരു വിഷയമാണിത്. അത് രാഷ്ട്രീയമായിട്ടുള്ള ചില കുബുദ്ധിയാണെന്ന് നമുക്കറിയാം. കാരണം ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്നത് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായിട്ട് കൂട്ടിച്ചേർക്കുന്ന ഒരു ചെറിയൊരു നൂല് പോലെയുള്ള വളരെ നേർത്ത ഒരു പ്രദേശമാണ് ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്നത്, ഈ സിലിഗുഡി പാസ്. അപ്പൊ ഈ സിലിഗുഡി പാസിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു യുദ്ധം വരികയാണെന്ന് കരുതുക. അപ്പോ ഒരു ഭാഗത്ത് ഈ സിലിഗുഡി പാസിന്റെ ഒരു ഭാഗത്ത് ഭൂട്ടാനുണ്ട്, നേപ്പാളുണ്ട്, കൃത്യമായിട്ട് നമുക്കറിയാം ചൈനയുണ്ട്. ചൈനയും ഇപ്പുറത്തെ ഭാഗത്ത് ബംഗ്ലാദേശും ഉണ്ട്. നോക്കൂ എത്രമാത്രം ഭീകരമായ ഒരു അവസ്ഥയാണെന്ന് നോക്കൂ. ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വശത്ത് നിന്ന് ചൈനയും മറ്റൊരു വശത്ത് നിന്ന് ബംഗ്ലാദേശിന്റെ സഹായത്തോടു കൂടി പാകിസ്ഥാനും അല്ലെങ്കിൽ ബംഗ്ലാദേശ് തന്നെയും ആക്രമിക്കാനായിട്ട് അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ശത്രുതാപരമായ ഒരു നിലപാട്, സൈനിക നീക്കം നടത്തുകയാണെന്ന് നിങ്ങൾ കരുതുക. അങ്ങനെയാണെങ്കിൽ അവരാദ്യം ബ്ലോക്ക് ചെയ്യാൻ പോകുന്നത്, ചോക്ക് ചെയ്യാൻ പോകുന്നത് ഈ ചിക്കൻ നെക്കിനെ ആയിരിക്കും. ചിക്കൻ നെക്കിനെ ആയിരിക്കും അവരാദ്യം കഴുത്ത് ഞെരിക്കാൻ പോകുന്നത്. നമുക്ക് ഇറാന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് അവർ ഹോർമോസ്ട്രേറ്റിനെ സ്ട്രാറ്റജിക്കായിട്ട് ഉപയോഗിച്ചത്. യുദ്ധം തുടങ്ങിയപ്പോൾ അവരുടെ നിലപാടുകൾക്ക് കൂടുതൽ അന്താരാഷ്ട്രമായിട്ട് പിന്തുണ കിട്ടാനായിട്ടും അതുപോലെ തന്നെ അവരെ എതിർത്ത് നിൽക്കുന്ന രാജ്യങ്ങളെ ശ്വാസം മുട്ടിക്കാൻ, അവരുടെ ഇക്കോണമി, അവരുടെ സമ്പത്തിനെയും ട്രേഡിനെയും എല്ലാം ഞെരുക്കാനായിട്ടും കഴുത്ത് ഞെരിക്കാനായിട്ടും ഈ ഇറാൻ എങ്ങനെയാണ് കൃത്യമായിട്ട് ഹോർമോസ്ട്രേറ്റിനെ ഉപയോഗിച്ചത് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇന്ത്യയെ കഴുത്ത് ഞെരിക്കാനായിട്ട് ഇറാൻ ഹോർമോസ്ട്രേറ്റിനെ ഉപയോഗിച്ചതുപോലെ ഇന്ത്യയുടെ കഴുത്ത് ഞെരിക്കാനായിട്ട് ഈ ചിക്കൻ നെക്കിനെ ഉപയോഗിക്കാനായിട്ട് പാകിസ്ഥാനും ബംഗ്ലാദേശിനും നേപ്പാളിനും അതുപോലെ പ്രധാനമായിട്ടും ചൈനയ്ക്കും, ചൈനയുടെ പിന്തുണയോടുകൂടി ഇവർക്കെല്ലാം സാധിക്കും എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇത് ഇന്ത്യയുടെ കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഇന്ത്യയുടെ ഒരു സുരക്ഷാ പ്രശ്നമാണ്. നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ച് ഫ്രം ഡേ 1 ഈ ചിക്കൻ നെക്കിനെ ഏതെങ്കിലും രീതിയിൽ അവിടുത്തെ ഈ സൈനിക ബലം അല്ലെങ്കിൽ അവിടുത്തെ സൈനിക ശേഷി മാത്രമല്ല അവിടുത്തെ സുരക്ഷ അതിനെ സോളിഡിഫൈ ചെയ്യണം, അതിനെ കൂടുതൽ ശക്തമാക്കണം എന്നുള്ളത്, അവിടുത്തെ പഴുതുകൾ, ലൂപ്പ് ഹോൾ അടയ്ക്കണം എന്നുള്ളത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഡേ 1 മുതലുള്ള നയമാണ്. പക്ഷേ അന്നെല്ലാം അവിടെ അധികാരത്തിലിരുന്ന നമ്മുടെ മമതാ ദീദിയുടെ സർക്കാർ ഇതിന് വളരെയധികം പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു. പലരും ചോദിക്കും, കേന്ദ്ര സർക്കാർ ഭരിക്കുന്നത് നരേന്ദ്രമോദിയല്ലേ, നരേന്ദ്രമോദി അമിത്ഷായ്ക്ക് ആരുടെയെങ്കിലും സഹായം വേണോ, അനുവാദം വേണോ? വേണം. അവർ ഭരണഘടനയെ കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. കേന്ദ്ര സർക്കാരിന്റെ പരിധിയിലേക്ക് സ്ഥലം വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവിടെ വേണ്ട മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ് ഉൾപ്പെടെയുള്ള അവിടുത്തെ നിരീക്ഷണത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ ഒരുക്കാനായിട്ട് കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാരിന് സാധിക്കും. പക്ഷെ മമതാ ബാനർജി ഒരേ പിടിവാശിയായിരുന്നു, ഒരു കാരണവശാലും ഇത് ബംഗാളിന്റെ ഭൂമിയാണ്, ബംഗാളിന്റെ സ്ഥലമാണ്, കേന്ദ്ര സർക്കാരിന് വിട്ടുകൊടുക്കില്ല. ഇങ്ങനെയുള്ള ഈ പിടിവാശി വെറുതെ ആയിരുന്നോ, നിഷ്കളങ്കമായിരുന്നോ, അതോ അവർക്ക് ആരെങ്കിലും സഹായിക്കാൻ വേണ്ടിയായിരുന്നോ എന്നൊക്കെ നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല. കാരണം ബംഗ്ലാദേശിലെ ഈ അനധികൃത നുഴഞ്ഞുകയറ്റക്കാരും ഇവർക്കെല്ലാം ഉള്ള രാഷ്ട്രീയ പ്രാധാന്യം മമതാ ബാനർജിയുടെ വോട്ട് ബാങ്ക് എന്നുള്ള നിലയിൽ അതെന്തായിരുന്നു നമുക്ക് ഇതിനോടകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, അവരെ നിലനിർത്താൻ വേണ്ടി, അവരുടെ ചില ഇന്ത്യ വിരുദ്ധ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയോ ഒക്കെ ആയിരുന്നിരിക്കാം ഇതെന്ന് ഇപ്പം നമുക്ക് ഹൈൻസൈറ്റിൽ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും ഇപ്പൊ തൽക്കാലം കാലങ്ങളായിട്ട് അമിത്ഷായും കേന്ദ്ര സർക്കാരും മുന്നോട്ട് വച്ചിരുന്ന ഒരു ആവശ്യം ഇപ്പോൾ
അധികാരത്തിൽ വന്നിട്ടുള്ള സുവേന്ദു അധികാരി സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന് 120 ഏക്കർ ഭൂമി ഈ സിലിഗുരി കോറിഡോറിന്റെ ആ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് 120 ഏക്കർ ഭൂമി വിട്ടുകൊടുക്കാനായിട്ട് സുവേന്ദു അധികാരി തീരുമാനിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സർക്കാർ ഇതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ്. യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് മിലിറ്ററി ട്രൂപ്സിനെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വടക്കു കിഴക്കൻ മേഖലയിലേക്ക് മെയിൻ ലാൻഡിൽ നിന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ചിക്കൻ നെക്ക് മാത്രമേ വഴിയുള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യയുടെ ലൈഫ് ലൈൻ എന്ന് പറയുന്നത് ഈ പ്രധാനമായിട്ടും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ ലൈഫ് ലൈൻ എന്ന് പറയുന്നത് ഈ ചിക്കൻ നെക്കാണ്. അതിലൂടെയാണ് അവർക്ക് വേണ്ട അവശ്യ സപ്ലൈസ്, യുദ്ധമില്ലാത്ത സാഹചര്യങ്ങളിൽ സിവിലിയൻ സപ്ലൈസ് വരെ കൊടുക്കുന്നത്. ഈ സാധനങ്ങൾ മുഴുവൻ, അവരുടെ ഭക്ഷണ സാധനങ്ങളെല്ലാം പോകുന്നത് ഇതുവഴിയല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ മുൻകൂട്ടി പ്രൊആക്റ്റീവായിട്ട് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിച്ചിരിക്കുന്നത്. എല്ലാ കാലത്തും BJP തന്നെ ഈ വെസ്റ്റ് ബംഗാളിൽ അധികാരത്തിലിരിക്കണമെന്നില്ലല്ലോ. നാളെ ഒരു പക്ഷേ കേന്ദ്ര സർക്കാരുമായിട്ട് സഹകരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സർക്കാർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ പ്രശ്നം തിരിച്ചു വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഒരുപക്ഷെ പ്രൊആക്റ്റീവായിട്ട് മറ്റൊരു നടപടി കൂടി എടുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അത് ഈ ചിക്കൻ നെക്കിനെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കുക എന്നുള്ളതായിരിക്കാം. കേന്ദ്രഭരണ പ്രദേശമാക്കി കഴിഞ്ഞാൽ പിന്നീട് വെസ്റ്റ് ബംഗാളിൽ ഭരണം മാറിക്കഴിഞ്ഞാലും അവിടെ ചിക്കൻ നെക്കിന്റെ കൺട്രോൾ, അതായത് ഈ സിലിഗുരി കോറിഡോറിന്റെ കൺട്രോൾ തീർച്ചയായും കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പം നരേന്ദ്രമോദി സർക്കാരിന് വേണ്ടി മാത്രമല്ല, ഇനി ഭാവിയിൽ ഇന്ത്യ ഭരിക്കാൻ പോകുന്ന സർക്കാർ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പോളിസി പാരാലിസിസ് അല്ലെങ്കിൽ ചിക്കൻ നെക്കുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തെ സംബന്ധിച്ച് ഒരു യുദ്ധ സാഹചര്യത്തിലും അല്ലെങ്കിൽ സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഒരു ലോജിസ്റ്റിക്കൽ പാരാലിസിസ് ഉണ്ടാകാതെ, ഈ ഒരു പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാനായിട്ട് സഹായകരമാവുക തന്നെയാണ് ഒരു കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത്. ആ ഒരു നടപടി കേന്ദ്ര സർക്കാർ എടുക്കാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു. ജയ് ഹിന്ദ്.